അപ്പോൾ ഗൈസ് നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയാക്കിയിരിക്കുകയാണ്. അപ്പം നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അത് ഷെയറൊന്ന് ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. എങ്ങനെയുണ്ട്? സൂപ്പർ. ഗൈസ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ദിവസം ഇങ്ങനെ ട്രൈ ചെയ്തു. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും ഇത് ആരോടെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യണമെന്ന്. നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ രാവിലെ ജോലിക്ക് പോകാനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഒരു വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു ടേസ്റ്റി ഫുഡ് എങ്ങനെയാണ് ടേസ്റ്റി കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ഞാൻ കാണിച്ചു തരാം. കൂടുതൽ സംസാരിക്കാൻ എനിക്ക് നേരമില്ല. രാവിലെ ഞാൻ നല്ല തിരക്കിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒട്ടും സമയമില്ലാതെ ജോലിക്ക് പോകുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് പ്രത്യേകിച്ച് എരിവ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു നൈസായിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പം അതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ളത് നമുക്ക് നാരങ്ങ ഒഴിക്കുമ്പോഴാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇപ്പോൾ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് സമയമില്ല. എനിക്കിനി റെഡിയാകണം. ഒരു 8:30 ആകുമ്പോൾ ഇവിടുന്ന് ഓട്ടമാണ് ബസ് സ്റ്റോപ്പിലേക്ക്. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോസൊക്കെ ഇടാറുണ്ട്. ഇൻസ്റ്റയിൽ റീൽസൊക്കെ ഇടാറുണ്ട്. ഞാൻ ബസ്സിൽ ഇരിക്കുന്ന റീൽസൊക്കെ ഇടാറുണ്ട്. എന്താ പറയുക, എൻ്റെ ദിവസം മൊത്തവും ഞാൻ ഓട്ടമാണ്. പിന്നെ വൈകുന്നേരം ഒക്കെയാണോ ഫ്രീ ആകുന്നത്. അപ്പോൾ ഗൈസ് ഇന്ന് വളരെയധികം സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് തക്കാളി, നാരങ്ങ, വെളുത്തുള്ളി, ഉള്ളിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെന്തുകൊണ്ടിരിക്കുക. ഒരുപാട് വേഗമൊന്നും വേണ്ട. തക്കാളി ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം അത് നൈസായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും മറിച്ചിടണം. തക്കാളി മറിച്ചിടാൻ പോവുകയാണ് കേട്ടോ. ഞാൻ ഈ കോർക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ തക്കാളി വേവിക്കുമ്പോൾ അതിൻ്റെ മേളിലത്തെ തൊലി ഒഴിഞ്ഞു തരണമെങ്കിൽ കോർക്ക് വെച്ച് നിൽക്കാലേ വരത്തുള്ളൂ. പെട്ടെന്ന് ഭയങ്കര ചൂടാണല്ലോ. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലത്തെ തൊലി നമ്മൾ എടുത്ത് കളയണം കേട്ടോ. അപ്പോൾ കോർക്ക് വെച്ചാണെങ്കിൽ നൈസായിട്ട് ഊരി വരും കേട്ടോ. അങ്ങനെ ഊരി വരും. കുറച്ച് വേണം നമ്മളിത് ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ കരിയാനായിട്ട് ചാൻസ് ഉണ്ടേ. ഈ തക്കാളി നല്ലോണം ഇട്ട് ഉടക്കുവാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കും. അപ്പോൾ അതിനു വേണ്ടി ജസ്റ്റ് ഒന്ന് ഉടക്കുവാണ്. നമുക്ക് ഇടിയനുണ്ട്, അത് വെച്ച് നല്ല രീതിയിൽ എല്ലാം കൂടെ ഇട്ട് ഇടിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി മുളക് പൊടി ഇടാൻ പോവുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. മുളക് പൊടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുളക് പൊടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. ഓഫായി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ മുളക് പൊടിൻ്റെ ഒരു കുത്ത് മാറാനാണ് ഞാൻ ചെറുതായിട്ട് ഇളക്കുന്നത് കേട്ടോ. അപ്പോൾ തീ കുറച്ചിട്ട് വേണം എന്നും നമ്മളത് കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ അവിയലായിട്ടുണ്ട്. ഞാൻ ഇടിയം വെച്ച് ഇത് മിക്സ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ചമ്മന്തി ഇവിടെ ഞാൻ നല്ല രീതിയിൽ ഇടിയം വെച്ച് ഇടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് നാരങ്ങയാണ് കേട്ടോ. ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം നാരങ്ങ കഴിക്കാൻ. നല്ല രീതിയിൽ നാരങ്ങ കഴിക്കാം. എന്നിട്ട് മിക്സ് ചെയ്യുക. ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നുമില്ല, ഇച്ചിരിയും കൂടെ ഒഴിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അത് ഷെയറൊന്ന് ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. എങ്ങനെയുണ്ട്? സൂപ്പർ. ഗൈസ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ദിവസം ഇങ്ങനെ ട്രൈ ചെയ്തു. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും ഇത് ആരോടെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യണമെന്ന്. നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ടാറ്റാ, ബൈ ബൈ.